തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CPM-ന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഇത് കേരളത്തിലെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ഭരണകക്ഷിയുടെ ബോധപൂർവമായ ശ്രമമാണെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമെന്ന നിലയിലുള്ള അതിന്റെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. CPM-ന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ചട്ടുകമായി അത് അധപതിച്ചിരിക്കുന്നു. വോട്ടർ പട്ടിക തയ്യാറാക്കിയതിലെ ക്രമക്കേടുകളാണ് ഇതിന് ഏറ്റവും പുതിയ ഉദാഹരണം. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ വലിയ കൃത്രിമം നടന്നിട്ടുണ്ട്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുമുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും ആവശ്യമായ സമയം നൽകിയില്ല. സാധാരണയായി ഇതിന് 30 ദിവസമെങ്കിലും ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ അതെല്ലാം തകിടം മറിച്ച് തിടുക്കപ്പെട്ട് ഈ നടപടികൾ പൂർത്തിയാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദുരുദ്ദേശത്തിന്റെ തെളിവാണ്. യഥാർത്ഥത്തിൽ ഈ നടപടിയിലൂടെ വോട്ടർ പട്ടികയിൽ അർഹരായവരുടെ പേരുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അനർഹരായവരുടെ പേരുകൾ തിരികെ കയറ്റാൻ ശ്രമം നടന്നിട്ടുണ്ടെന്നും സതീശൻ ആരോപിച്ചു. ജനാധിപത്യ സംവിധാനത്തിന്റെ കാതലായ ഘടകമാണ് സുതാര്യവും നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ. എന്നാൽ സംസ്ഥാനത്ത് നടക്കുന്നത് തികച്ചും വിപരീത ദിശയിലുള്ള കാര്യങ്ങളാണ്. സർക്കാർ സംവിധാനങ്ങളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പതിവ് CPM-നുണ്ട്. അതിന്റെ പുതിയൊരു രൂപമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് ശക്തമായ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും സതീശൻ വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സാമുദായിക നേതാവ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങളോടുള്ള CPM-ന്റെ പ്രതികരണം ആകാശത്തേക്കുള്ള വെടിയെന്നാണ് സതീശൻ വിശേഷിപ്പിച്ചത്. ഇത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള CPM-ന്റെ ഒരു തന്ത്രം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സമുദായ സംഘടനകളെ പ്രീണിപ്പിക്കുകയും അവരുടെ പിന്തുണ ഉറപ്പാക്കാൻ എല്ലാ അടവുകളും പയറ്റുകയും ചെയ്യുന്നത് CPM-ന്റെ പതിവ് രീതിയാണ്. എന്നാൽ സമുദായ നേതാക്കളുടെ പ്രസ്താവനകൾ പൊതുസമൂഹത്തിൽ വലിയ വിവാദമാകുമ്പോൾ പാർട്ടിയുടെ മതേതര പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടാതിരിക്കാൻ അവരെ തള്ളിപ്പറയുന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. ഇത് തികഞ്ഞ രാഷ്ട്രീയ കാപട്യമാണ്. CPM-ന്റെ ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുമെന്നും വരും തിരഞ്ഞെടുപ്പിൽ അവർ ഇതിന് തക്കതായ മറുപടി നൽകുമെന്നും സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വെറും വോട്ട് ബാങ്ക് കളിയായി മാറിയെന്നും ഈ കളികൾ ഇനി വിലപ്പോകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റൊരു വിഷയമായ യൂത്ത് കോൺഗ്രസ് ആംബുലൻസ് തടഞ്ഞ് രോഗി മരിച്ചു എന്ന CPM വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സതീശൻ പറഞ്ഞു. ഈ വ്യാജ പ്രചാരണം പൂർണ്ണമായും പൊളിഞ്ഞുവെന്നും രോഗിയുടെ ബന്ധുക്കൾ തന്നെ ഈ വാദം തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയമായി എതിരാളികളെ ഇല്ലാതാക്കാൻ നുണപ്രചാരണങ്ങൾ ഉപയോഗിക്കുന്ന CPM-ന്റെ നീക്കം ജനാധിപത്യത്തിന് അപമാനമാണ്. ആരോഗ്യമന്ത്രി പോലും ഈ വ്യാജ പ്രചാരണത്തിന് കൂട്ടുനിൽക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്തത് ലജ്ജാകരമാണ്. സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ നടക്കുന്ന ക്രമക്കേടുകളിൽ നിന്നും മന്ത്രിയുടെ കഴിവില്ലായ്മയിൽ നിന്നും ജനശ്രദ്ധ മാറ്റാൻ വേണ്ടിയുള്ള CPM-ന്റെ വില കുറഞ്ഞ തന്ത്രമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധങ്ങൾ ഒരു രോഗിയുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിലുള്ളതായിരുന്നില്ല. എന്നിട്ടും ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടാക്കി അതിനെ വലിയൊരു വാർത്തയാക്കി മാറ്റാൻ CPM ശ്രമിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും തങ്ങളുടെ പാർട്ടി ചാനലുകളിലൂടെയും ഈ നുണ പ്രചരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ സത്യം അതിവേഗം പുറത്തു വന്നതോടെ CPM-ന്റെ ഈ നുണപ്രചാരങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറി. യൂത്ത് കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച CPM-ന് ഈ വിഷയത്തിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നുവെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. ഒരു ഭരണകക്ഷിക്ക് ചേർന്നതല്ല ഇത്തരം അധാർമികമായ രാഷ്ട്രീയ നീക്കങ്ങൾ. പത്രസമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകർ ശശി തരൂർ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നോ കമന്റ്സ് എന്ന് മാത്രമായിരുന്നു VD സതീശന്റെ പ്രതികരണം. സംസ്ഥാന കോൺഗ്രസിൽ തരൂർ വിഷയത്തെ ചൊല്ലി നിലനിൽക്കുന്ന ആഭ്യന്തര തർക്കങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് സാധ്യത നൽകാതെ ഈ നിലപാട് അദ്ദേഹത്തിന്റെ ഈ വിഷയത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ സമീപനമാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് പാർട്ടിക്കുള്ളിലെ ഈ ഭിന്നതകളും തർക്കങ്ങളും. എന്നാൽ ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കി കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നീങ്ങാതെ നോക്കാനാണ് നേതൃത്വം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പൊതുസമൂഹത്തിന് മുമ്പിൽ പാർട്ടിയുടെ ഐക്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ മൗനം സൂചിപ്പിക്കുന്നു. അതേസമയം ഇത് പല ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ VD സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CPM-ന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ വ്യാജ പ്രചാരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ നിലവിലെ സർക്കാർ ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങൾ ഉപയോഗിച്ച് അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നതിന്റെ തെളിവുകളാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വിഷയത്തിൽ സർക്കാർ ഭാഗത്തു നിന്നും CPM ഭാഗത്തു നിന്നും എന്ത് പ്രതികരണം ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങളെ എങ്ങനെ നേരിടുമെന്നും രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകുമെന്നും ശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വേദിയാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു.